നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറത്ത് കൊലപാതക ശ്രമക്കേസിൽ പിടിയിലായ പ്രതി രക്ഷപ്പെട്ടു. കടന്നുകളഞ്ഞത് അസം സ്വദേശി മൊയ്നുൽ ഹക്ക്. തിരുവനന്തപുരത്ത് യുവാവിനെ ഇടിച്ചു പരുക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. പിടിയിലായത് പേരൂർക്കട മണ്ണാമൂല സ്വദേശികൾ. കോതമംഗലത്ത് കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. വീടിനു മുന്നിലെത്തിയ ആനയെ കണ്ട് ഭയന്നോടിയതിന് പിന്നാലെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കണ്ണൂരിൽ മുള്ളൻ പന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരുക്ക്. കൈപ്പത്തിയിൽ തറച്ചു കയറിയ മുള്ള മറുഭാഗത്തെത്തി. രാവിലെ പള്ളിയിൽ പോകവെയാണ് ആക്രമണം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. ഭരണസമിതി യോഗത്തിൽ അംഗങ്ങൾ തമ്മിലടിച്ചു. തർക്കം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ട ഗതികേടിൽ മൂന്നാർ ഗൂഡാർവിള സ്കൂളിലെ കുട്ടികൾ. സ്കൂൾ പരിസരത്ത് പടയപ്പ അടക്കമുള്ള കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് RRT സംഘത്തിന്റെ കാവൽ. അശാസ്ത്രീയമായ തുരങ്കപാത നിർമ്മാണത്തിൽ ആശങ്കയോടെ അങ്കമാലി പീച്ചനിക്കാട് നിവാസികൾ. സംരക്ഷണ ഭിത്തി എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുമെന്ന പേടി. ഹൈടെക് പാത വാഗ്ദാനം നൽകി റെയിൽവേ പറ്റിച്ചെന്ന നാട്ടുകാർ. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം കുറ്റിപ്പുറത്ത് കൊലപാതക ശ്രമക്കേസിൽ പിടിയിലായ പ്രതി രക്ഷപ്പെട്ടു. അസം സ്വദേശി മൊയ്നുൽ ഹക്കാണ് കടന്നുകളഞ്ഞത്. അസം പോലീസ് കണ്ണൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ ആസമിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ട്രെയിൻ കുറ്റിപ്പുറത്ത് നിർത്തിയിട്ടതിനിടെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് യുവാവിനെ കല്ലുകൊണ്ട് തലക്കിടിച്ചു പരുക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പേരൂർക്കട മണ്ണാമൂല സ്വദേശികളായ മിഥുൻ, ശരത് എന്നിവരാണ് പിടിയിലായത്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിന്റെ വാഹനത്തിൽ പ്രതികൾ ഓട്ടോ ഇടിച്ച് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. പാലക്കാട് വടക്കഞ്ചേരിയിൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികൾ പിടിയിൽ. കണക്കൻ തുരുത്തി സ്വദേശി നാസറിനെയാണ് ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ വടക്കഞ്ചേരി സ്വദേശി ഫൈസൽ, കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. പഴക്കച്ചവടം സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിന് കാരണം. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. കൂവക്കണ്ടം സ്വദേശി കുഞ്ഞപ്പനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു സംഭവം. വീടിനു മുന്നിലെത്തിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന കുഞ്ഞപ്പന് നേരെ തിരിയുകയായിരുന്നു. ഭയന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയതിനു പിന്നാലെയാണ് കുഴഞ്ഞു വീണത്. കണ്ണൂർ കൂത്തുപറമ്പിൽ മുള്ളൻ പന്നി ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരുക്ക്. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിനാണ് പരുക്കേറ്റത്. രാവിലെ പള്ളിയിൽ പോകവെയാണ് ആക്രമണം ഉണ്ടായത്. കൈപ്പത്തിയിൽ തറച്ചു കയറിയ മുള്ള മറുഭാഗത്ത് എത്തി. ഷാദിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ മൊകേരി വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ കുടുംബത്തിന് വനം വകുപ്പ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറി. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ ശ്രീധരന്റെ മകൻ വിഭിന ചെക്ക് കൈമാറി. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയായിരുന്നു കൃഷിയിടത്തിൽ വച്ചുണ്ടായ ആക്രമണത്തിൽ ശ്രീധരൻ കൊല്ലപ്പെട്ടത്. എറണാകുളം പുത്തൻവേലിക്കരയിൽ 16 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻവേലിക്കര 5 വഴി ആലുങ്കപ്പറമ്പിൽ സുധാകരന്റെ മകൻ അമ്പാടി AS ആണ് മരിച്ചത്. അച്ഛനും അമ്മയും ആശുപത്രിയിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വീട്ടിലെ മുറിയിൽ മകന്റെ മൃതദേഹം കണ്ടത്. പുത്തൻവേലിക്കര സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അമ്പാടി. അമ്മ അർബുദ രോഗിയാണ്. അമ്മയുടെ രോഗം അമ്പാടിയെ മാനസികമായി തളർത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു. പുത്തൻവേലിക്കര പോലീസ് വീട്ടിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് മുക്കത്തിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ഗുരുതര പരുക്ക്. അഗസ്ത്യമൊഴിയിൽ വെച്ച് വൈകിട്ട് 3:30 അപകടമുണ്ടായത്. മുക്കം കല്ലുരുട്ടി സ്വദേശിനി മഞ്ജുഷയ്ക്കാണ് പരുക്കുപറ്റിയത്. യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റി.
ഇടുക്കി അറക്കുളം പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് LDF UDF അംഗങ്ങൾ കമ്മിറ്റിയെടുത്ത തീരുമാനങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇടത് ഭരണസമിതിയിലെ 9 അംഗങ്ങളും പ്രതിപക്ഷത്തെ 3 UDF അംഗങ്ങളുമാണ് യോഗം ബഹിഷ്കരിച്ചത്. ഇടത് ഭരണസമിതിയിൽ കോൺഗ്രസ് അംഗം KS വിനോദാണ് പ്രസിഡന്റ്. ഇദ്ദേഹം യോഗത്തിനെത്തിയുണ്ടായിരുന്നില്ല. 2 BJP അംഗങ്ങൾ ബഹിഷ്കരണത്തിൽ നിന്നും വിട്ടുനിന്നു. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ സംഘർഷം. ഭരണസമിതി യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും നടന്നു. 2ാം വാർഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പണം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് കയ്യാങ്കളി നടന്നത്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. ദേവസ്വം ജീവനക്കാരടക്കം 4 പേരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് മാനേജർമാരുടെ ചുമതല വഹിക്കുന്ന ജീവനക്കാരി, ആനയുടമ, പാപ്പാൻ എന്നിവരാണ് പ്രതികൾ. ഞായറാഴ്ച രാത്രി 8-നാണ് ശ്രീവേലി എഴുന്നള്ളിപ്പിനിടെ വേണാട്ടുമുഖം ഉണ്ണിക്കുട്ടൻ എന്ന ആന മുൻപേ പോയ ആനയെ കുത്തുകയും ഇടഞ്ഞോടുകയും ചെയ്തത്. കാട്ടാനപ്പേടിയിൽ പരീക്ഷ എഴുതേണ്ടുന്ന ഗതികേടിലാണ് മൂന്നാർ ഗൂഡാർവിള സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കാട്ടുകൊമ്പൻ പടയപ്പയടക്കം കാട്ടാനക്കൂട്ടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷ നടന്ന ഇന്നലെ പ്രദേശത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണവും ഉണ്ടായിരുന്നു. മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിലെ സർക്കാർ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കാട്ടുകൊമ്പൻ പടയപ്പയടക്കം ഒരു പറ്റം കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് ഈ കാട്ടാന കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്കൂൾ മൈതാനത്തും മറ്റുമായി കാട്ടാനകൾ സ്വൈരവിഹാരം നടത്തുന്ന സ്ഥിതി പ്രതിസന്ധിയാകുന്നു. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന ഈ സമയത്ത് RRT സംഘത്തിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഉള്ളപ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാനകൾ ഇവിടെ എത്തുകയാണെങ്കിൽ അത് അപകടത്തിന് ഇടവരുത്തും. ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ള ആനകളെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അശാസ്ത്രീയമായ തുരങ്കപാത നിർമ്മാണത്തിൽ വലഞ്ഞ് അങ്കമാലി പീച്ചനിക്കാട് നിവാസികൾ. ഹൈടെക് തുരങ്കപാത വാഗ്ദാനം നൽകി റെയിൽവേ പറ്റിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി. തുരങ്കപാതയിൽ വിളക്ക് സ്ഥാപിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ അപകടങ്ങളും പതിവാണ്. ആദ്യം നൽകിയ പദ്ധതി പ്രകാരമല്ല റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതായിരുന്നു നാട്ടുകാരുടെ ആരോപണം. 4 മാസം മുൻപ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത പീച്ചിനിക്കാട് ഹൈടെക് തുരങ്കപാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. ആയിരക്കണക്കിന് പേരാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തുരങ്കപാത നിർമ്മിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് പണിയുന്ന സമയത്ത് ഞങ്ങളടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് മറ്റും വന്ന് റെയിൽവേ എഞ്ചിനീയേഴ്സ് ബന്ധപ്പെട്ട എല്ലാം നിയന്ത്രിക്കുന്ന ഉത്തരവാദിത്തമുള്ള എഞ്ചിനീയേഴ്സ് പറഞ്ഞിരുന്നത് ഈ അടിപ്പാതയുടെ 4 വശവും റീറ്റെയിൻ വാൾ പണിയും. ഇപ്പോൾ 3 വശം മാത്രമേ പണിതിട്ടുള്ളൂ, ഈ വശം പണിതിട്ടില്ല. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം. അതേപോലെ തന്നെ പല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സെക്ഷൻ ഇതെല്ലാം ഉള്ളൊരു സ്ഥാപനം, അതാണ് ധരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ നിർമ്മിക്കുന്നത് ശരിയായ രീതിയിലാണെന്ന് ധരിച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അബദ്ധം മനസ്സിലായത്. അപകടകരമായി നിൽക്കുന്ന റീറ്റെയിൻ വാളിന്റെ പണി പൂർത്തിയാക്കാൻ ഫണ്ടില്ല എന്നാണ് കോൺട്രാക്ടറുടെ നിലപാട്. റെയിൽവേ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പീച്ചിനിക്കാട് നിവാസികൾ. ഇവിടെ നോക്കിയാൽ ഈ ഭിത്തി വടികൾ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം. നിരവധി വാഹനങ്ങളും കൊച്ചുകുട്ടികളും ഇവിടെ എല്ലാം പോകുന്നതാണ്. ഇത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴും എല്ലാവരും പറയും നഗരസഭാ കൗൺസിലർ MLA MP ശ്രദ്ധിച്ചില്ലാന്ന് പറയും. ഇത് തെറ്റാരുടെയാണ്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയുടെ അവരുടെ ഏറ്റവും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന്റെ ഒരു ഉദാഹരണമാണത്. പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്നറിയാത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 89 ഗ്രാം MDMA പിടികൂടി. കുണ്ടായിത്തോട് സ്വദേശി അജിത്താണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും ബസ് മാർഗം കോഴിക്കോട് എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യം. കോഴിക്കോട് കസബ പോലീസും ഡാൻസ് സ്റ്റാഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC കൺവെൻഷൻ സെന്റർ തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. കാട്ടാക്കടയിൽ ആരംഭിച്ച KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിപ്പോയിൽ തുടങ്ങുന്ന ഹാൾ കൺവെൻഷൻ സെന്ററുകൾക്കും മറ്റ് പരിപാടികൾക്കും നൽകും. AC ഹാളായിരിക്കും സ്ഥാപിക്കുക. കണ്ണൂരിൽ ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചാല സ്വദേശി സരോജിനിയാണ് മരിച്ചത്. ചാല സ്കൂളിന് മുന്നിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊച്ചിയിലെ മഹാകവി G സ്മാരകത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്മാരകത്തിലെ LED ലൈറ്റുകളും പൈപ്പ് കണക്ഷനും ആക്രമികൾ തകർത്തു. ശേഷം സ്മാരകത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിനും ഇവർ തീയിട്ടു. മണ്ണുമാന്തി യന്ത്രം പൂർണ്ണമായും കത്തിനശിച്ചു. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മറൈൻ ഡ്രൈവിലെ സ്മാരകത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി സാമൂഹിക വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ പൂളിലേക്ക് വെള്ളമെത്തിക്കുന്ന പൈപ്പ് പൊട്ടിച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഒപ്പം ഇതിലേക്ക് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന LED ലൈറ്റുകളും പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ 2 സെക്യൂരിറ്റികളായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. ഇവർ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല. പുലർച്ചെ ഒരു 2 മണിയോടുകൂടി ഇവർ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ LED ലൈറ്റുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് രാത്രി വന്ന് പരിശോധന നടത്തി മടങ്ങുകയും ചെയ്തു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ LED ലൈറ്റുകളെല്ലാം പൂർണ്ണമായും നശിപ്പിച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. ഇത് ആരാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ ഒരു CCTV ഇല്ലാത്തതിനാൽ പോലീസിന് ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും ഈ റോഡ് സൈഡിലുള്ള അല്ലെങ്കിൽ മറ്റ് കടകളിലേക്കുള്ള CCTVകളിൽ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് വിജനമായ ഒരു സ്ഥലമായതിനാൽ ആളുകൾ ഇവിടേക്ക് പലപ്പോഴും രാത്രിയൊക്കെ ഇവിടെ ആളുകൾ എത്തുന്നതൊക്കെ പതിവാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നത്. ഒരു 2:30 ആയിക്കാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകാറുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തിരുന്ന പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. പിന്നെ കൊതുകും ചൂടും കാരണം ഞങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ 2:15 ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ തട്ടത്തിലിരിക്കുന്നു. അങ്ങനെ തന്നെ ഇയാൾ അവിടെ കുറേ അപ്പം ഞാനവിടെ വീഡിയോ പിടിക്കാനാണെന്ന് വീഡിയോ കത്തിച്ച് അവിടെയൊക്കെ നോക്കിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ കുറേ വന്നിട്ട് ഇയാൾ മുകളിലേക്ക് പോയി. മുകളിലേക്ക് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നാണ് എന്നോട് ഇങ്ങനെ വിവരം പറയുന്നത്. ഇങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇയാളെ വിട്ട് രണ്ടാമത്തിന് തിരിച്ചങ്ങോട്ട് അവിടെ പോയി നോക്കിയപ്പോൾ സംഭവിച്ചില്ല. ഒപ്പം ഈ സ്മാരകത്തിന് തൊട്ടടുത്തായി ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനായി ഉപയോഗിച്ച JCBയും കത്തി നശിച്ച നിലയിലാണ്. ഈ സാമൂഹിക വിരുദ്ധർ അതിന് തീയിട്ടു എന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇതാരാണ് ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസ് എന്തായാലും ഇവിടെ എത്തി ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ തൊട്ടടുത്ത് ഉള്ള ആളുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് അടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ പോലീസ് എത്തി ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. ആത്മഹത്യ ചെയ്ത എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിലെ വൃക്കഡ് രോഗവിദഗ്ധൻ ഡോക്ടർ ജോർജ് P. എബ്രഹാമിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഉച്ചയ്ക്ക് ബ്രഹ്മപുരം ചെറുതോട്ടുകുന്നേൽ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. നെടുമ്പാശ്ശേരി തുരുത്തിശ്ശേരിയിലെ ഫാം ഹൌസിൽ മിനിഞ്ഞാന്നാണ് രാത്രി തൂങ്ങി മരിച്ച നിലയിൽ ഡോക്ടറെ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന് എഴുതിയ കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. അസ്വാഭാവിക മരണത്തിന് നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. തൂങ്ങിമരണം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിട്ടുണ്ട്. കുരങ്ങ് ശല്യത്തിൽ വലയുകയാണ് തിരുവനന്തപുരത്തെ മലയോര മേഖല. കുരങ്ങന്മാർ സർവ്വതും നശിപ്പിക്കുന്നത് മൂലം വീട് വിട്ടു പോകേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. കുരങ്ങന്മാരെ പേടിച്ച് അതിർത്തി മേഖലയിലുള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൂട്ടമായെത്തുന്ന കുരങ്ങന്മാരാണ് ഇവിടത്തുകാരെ ജീവിക്കാൻ അനുവദിക്കാത്തത്. അമ്പൂരി, കള്ളിക്കാട്, ആറുകാണി, പത്തുകാണി, വെള്ളറട, കത്തിപ്പാറ,
കടുക്കറ കോട്ടൂർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കർഷകർ കൃഷി ഇറക്കാനാകാതെ ഏറെ ബുദ്ധിമുട്ടുകയാണ്. വളരെ ഭയാനകമായിട്ടാണ് അവരുടെ പെരുമാറ്റം പോലും. ചില സമയം പിള്ളേരെ പോലും നമുക്ക് വെളിയിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെ പേടിച്ചാണ് ഞങ്ങൾ വീടുകളിൽ കൊച്ചുമക്കളെ പോലും വളർത്തി എടുക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടിലാണ്. തേങ്ങ, കപ്പ, വാഴ, കൈതച്ചക്ക എന്ന് വേണ്ട കണ്ണിൽ കാണുന്നതെല്ലാം കുരങ്ങന്മാർ നശിപ്പിക്കുകയാണ്. വീടുകളിലെ വാട്ടർ ടാങ്കിൽ ഇറങ്ങി കുളിക്കുന്നതും ഇവർക്ക് ഹരമാണ്. വീടിന് പുറത്ത് മാത്രമല്ല, വീടുകൾക്കുള്ളിലും കുരങ്ങന്മാർ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലടക്കം കുരങ്ങന്മാർ കൈവയ്ക്കും. കുരങ്ങന്മാർ ആണെങ്കിൽ പെറ്റുപെരുകി അധികമായി ശല്യം കൂടുന്നുണ്ട്. നമ്മുടെ ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു കൂടൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു പ്രഹസനത്തിലേക്ക് മാറിയിരുന്നു. കാരണം ഈ ശല്യം നിമിത്തം ഇവിടെ അനേകം പേര് ആ ഏരിയയിൽ നിന്ന് വീട് വിട്ട് മാറി ജീവിക്കുന്ന ഒരു കാലാവസ്ഥയായി മാറിയിരിക്കുകയാണ്. തെങ്ങിൽ കയറി കരിക്കടർത്തി കുടിച്ച ശേഷം അത് വലിച്ചെറിയും. ഓടിച്ചു വിടാൻ ശ്രമിച്ചാൽ വീട്ടമ്മമാരെ ആക്രമിക്കും. റബ്ബർ തൈകളെല്ലാം പിഴുത് ദൂരെ എറിയും. ഇങ്ങനെ ചില്ലറ നാശമൊന്നുമല്ല കുരങ്ങന്മാർ വരുത്തുന്നത്. വീട്ടിൽ എന്ത് വ്യാപിച്ചു വെച്ചിരുന്നാലും തട്ടിയിട്ട് കഴിച്ചിട്ട് പോണത്. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളമായിരുന്ന വെള്ളമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടാൽ നമ്മൾ ഓട്ടിക്കും, കാണാതിരുന്ന് നമ്മൾ അറിയാതെ അത് കുടിക്കും. നമുക്ക് കിണറില്ല, പൈപ്പിലെ വെള്ളമാണ്. പക്ഷെ നമ്മൾ പിടിച്ചടച്ചു വെച്ചിരുന്ന വരുമ്പോൾ ഒന്നും കാണില്ല. ടാങ്കിലാണെങ്കിൽ അടപ്പിനെല്ലാം വലിച്ച് തുറന്നിട്ടിട്ട് അതിനകത്തിറങ്ങി കുളിച്ചിട്ട് പോകും. അങ്ങനെ ഭയങ്കര ശല്യമായിരിക്കും. നമുക്ക് യാതൊരു നിവർത്തിയില്ല കുരങ്ങനെ കൊണ്ട്. ജീവിതം മടുത്ത് ജീവിക്കുകയാണ് ഞങ്ങൾ. എന്തെങ്കിലും ഒരു വഴി ഗവൺമെന്റിന് ഇതൊക്കെ നമുക്കത് ചെയ്ത് തന്നേ പറ്റുള്ളൂ. വനം വകുപ്പിനോട് പരാതി പറഞ്ഞ് മടുത്തിരിക്കുകയാണ് നാട്ടുകാർ. കുരങ്ങന്മാരെ പേടിച്ച് നാടുവിടേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കൊച്ചുവേളിയിൽ കൂറ്റൻ സ്രാവ് കരക്കടിഞ്ഞു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കൊച്ചുവേളി പള്ളിക്ക് മുന്നിലായിരുന്നു കരക്കടിഞ്ഞത്. സ്രാവിനെ മത്സ്യത്തൊഴിലാളികൾ തിരികെ കടലിലേക്ക് വിട്ടു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല മോഷണം പോയി. 3 പവന്റെ മാലയാണ് മോഷണം പോയത്. 2 സ്ത്രീകൾ ചേർന്നാണ് മാല കവർന്നത്. ഇന്നലെ ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയ അപ്പു എന്ന സ്വകാര്യ ബസ്സിലാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കൊല്ലം ജില്ല രൂപീകൃതമായതിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ആശ്രാമം മൈതാനിയിൽ കൊല്ലം അറ്റ് 75 പ്രദർശന വിപണന മേള ആരംഭിച്ചു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മേള ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള പ്രത്യേക തീം ഏരിയയും വിനോദത്തിനും വിജ്ഞാനത്തിനുമുള്ള പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ തീം വിപണന സ്റ്റാളുകൾ, പുസ്തകമേള, സാഹിത്യ ചർച്ച, കവിയരങ്ങ് എന്നിവ മേളയുടെ ഭാഗമായി നടക്കും. വീട്ടിലേക്ക് ഇഴഞ്ഞു വന്ന അതിഥിയെ കൈകാര്യം ചെയ്ത് നാട്ടിലെ താരമായ കുട്ടുവെന്ന വളർത്തുനായയെ നമുക്കൊന്ന് പരിചയപ്പെടാം. തന്റെ യജമാനർക്ക് ഭീഷണിയായി വീട്ടിലേക്ക് ഇഴഞ്ഞെത്തിയ പാമ്പുകളെ പല തവണയാണ് തടഞ്ഞു നിർത്തി വീട്ടുകാരെ രക്ഷിച്ചത്. ഇങ്ങനെ ചെയ്തതോടെ നാട്ടിലെ താരമായിരിക്കുകയാണ് കുട്ടു. തിരുവനന്തപുരം വെങ്ങാനൂരിലെ വെണ്ണിയൂർ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ വളർത്തുനായ കുട്ടുവാണ് കഥയിലെ നായകൻ. പലപ്പോഴായി തന്റെ വീട്ടിലേക്ക് ഇഴഞ്ഞെത്തിയ 3 വിഷപ്പാമ്പുകളിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും കുട്ടു രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ കോമ്പൗണ്ടിലെത്തിയ 7 വയസ്സ് പ്രായം വരുന്ന പെൺമൂർഖനെ തടഞ്ഞു നിർത്തി വനപാലകർക്ക് കൈമാറിപ്പിച്ചതോടെയാണ് കുട്ടുവിന്റെ വീരകഥ നാട്ടിൽ പാട്ടായത്. പറമ്പിൽ നിന്ന് ഇഴഞ്ഞെത്തിയ മൂർഖനെ കണ്ട് കുട്ടു കുരച്ചുകൊണ്ട് യജമാനനെ വിവരം അറിയിച്ചു. ഒപ്പം വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ നോക്കി. തുടർന്ന് കുടുംബാംഗങ്ങൾ വനപാലകരെ വിവരമറിയിക്കുകയും സ്നേക്ക് റെസ്ക്യൂ ടീമെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. ഇത്തരത്തിൽ ഇത് 3ാമത്തെ വിഷപ്പാമ്പാണ് കുട്ടുവിന്റെ കാവൽ മൂലം വലയിലാകുന്നത്. കുട്ടുവിന്റെ അധികാര പരിധിയിൽ കടന്നുവരുന്ന ഏതൊരു ഭീഷണിയെയും
തടഞ്ഞു നിർത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. 1-2 പാമ്പുകൾ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടു കണ്ടുപിടിച്ച്. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് എങ്ങനെ ഓടിക്കളഞ്ഞു. പിന്നെ ഫോറസ്റ്റുള്ള ആൾ ഇതുപോലെ ഒരു ദിവസം വന്ന്, അന്ന് പക്ഷെ പാമ്പിനെ കിട്ടിയില്ല. പാമ്പ് ഇവിടെ വാഴിക്കത്തേറി ഓടി, മാളത്തിക്കറി വിളിച്ച്. പട്ടിയാണ് സ്ഥിരം കണ്ടുപിടിക്കുന്ന ആള്. കുട്ടുവാണ് നമ്മുടെ സ്ഥിരം, നമ്മളെല്ലാരെയും പാമ്പിന് രക്ഷിച്ച ആള്. പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന ആശ്വാസത്തിലാണ് ഉണ്ണികൃഷ്ണനും കുടുംബവും. മൂർഖനെ വിറപ്പിച്ചു നിർത്തി വീട്ടുകാരെ സംരക്ഷിച്ച കുട്ടു ഇപ്പോൾ നാട്ടിലും താരമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്നേഹ മുരുകൻ SSLC പരീക്ഷ എഴുതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച വാഹനത്തിലാണ് 100% ഭിന്നശേഷിയുള്ള സ്നേഹയെ പരീക്ഷാ ഹാളിൽ എത്തിച്ചത്. മറ്റു കുട്ടികളെ പോലെ പരീക്ഷ എഴുതണമെന്നത് സ്നേഹയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ 100% ഭിന്നശേഷിയുള്ള സ്നേഹയ്ക്ക് ഈ ആഗ്രഹത്തിന് പരിമിതികൾ ഏറെയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ട് സ്കൂളിലെത്തി പഠിക്കാൻ തടസ്സമായി. ഈ അവസ്ഥ മനസ്സിലാക്കിയ സമഗ്ര ശിക്ഷ കേരളം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗം ദൗത്യം ഏറ്റെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബീനാകുമാരി സ്നേഹയ്ക്ക് വീട്ടിലെത്തി പഠന പിന്തുണ നൽകി. ഇതിനായി നിരവധി പേരുടെ ഇടപെടലുമുണ്ടായി. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും പരീക്ഷാ ഹാളിലെത്താൻ വാഹന സൗകര്യവും നൽകി. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ സ്നേഹയ്ക്ക് സ്ക്രൈബായി 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘയും സഹായിച്ചു. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹയുടെ അമ്മയും തൻ്റെ മകളും 10ാം ക്ലാസ് എഴുതണമെന്നും ഉന്നത വിജയം നേടണമെന്നും അവരും ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ നമ്മുടെ സ്നേഹ മുരുകൻ പട്ടം ഗേൾസ് സ്കൂളിൽ 10ാം ക്ലാസ് എഴുതുവാണ്. ഉന്നത വിജയം നേടി +1ഉം +2ഉം മോക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബസമേതമാണ് സ്നേഹ പരീക്ഷയ്ക്കെത്തിയത്. മറ്റു കുട്ടികൾക്കൊപ്പം സ്നേഹയ്ക്കും SSLC പരീക്ഷ എഴുതാനായതിൽ കുടുംബത്തിനും സന്തോഷം. ടീച്ചർമാർ ഞങ്ങളെ ചെറുകുട്ടിക്ക് വേണ്ടി ഇത്രയും പാടുപെട്ട് ഇത്രയും എല്ലാം നല്ല സഹായവും ചെയ്ത് ഞങ്ങളെ കുട്ടിയെ ഇത്ര നിലയിൽ കൊണ്ടെത്തിച്ചതിന് കോടി പുണ്യമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് വർണ്ണകൂടാരം ഒരുക്കി പരുതൂർ ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികളിലെ സർഗാത്മകതയും കലാകായിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള 13 പ്രവർത്തന ഇടങ്ങളാണ് വർണ്ണകൂടാരം പദ്ധതിയിലൂടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പരുതൂർ സർക്കാർ LP സ്കൂളിലെത്തുന്നവർക്ക് പെട്ടെന്നൊന്നും തിരിച്ചു പോകാൻ തോന്നില്ല. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത്ര മനോഹരമായ കാഴ്ചകളാണ് സ്കൂൾ സമ്മാനിക്കുന്നത്. കളിക്കോപ്പുകൾ നിറയുന്ന ക്ലാസ് മുറികളും ചിത്രങ്ങളാൽ മനോഹരമായ ചുവരുകളും വിദ്യാലയത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നവയാണ്. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുകയും കലാകായിക ഭാഷാപരമായ അടിസ്ഥാന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് സർക്കാർ വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഉപയോഗിച്ച് വർണ്ണക്കൂടാരം ഒരുക്കുന്നത്. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് ഫണ്ട് ഉപയോഗിച്ചാണ് വർണ്ണക്കൂടാരം പൂർത്തീകരിച്ചത്. 13 കളിയുപകരണങ്ങളാണ് വർണ്ണക്കൂടാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുവരുകളും ഏറെ ആകർഷണീയമാണ്. 10 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. ആർട്ടിസ്റ്റ് ഡിസ്നി വേണുവാണ് വർണ്ണക്കൂടാരത്തിന്റെ ശില്പി. ന്യൂസ് 18 പട്ടാമ്പി. ചുട്ടുപൊള്ളുന്ന ചൂടിനെ അതിജീവിക്കാൻ പഴ വിപണിയും സജീവമായി. വേനൽ ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പാതയോരങ്ങളിലെ പനന്നുങ്ക് കച്ചവടം. ചൂട് കൂടിയതോടെ പഴക്കച്ചവടം പൊടിപൊടിക്കുകയാണ്. ഇതോടെ തണ്ണിമത്തനും പനന്നുങ്കിനുമൊക്കെ ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. പാലക്കാട്ടെ പാതയോരങ്ങളിലാകട്ടെ നുങ്ക് കച്ചവടം തകൃതിയാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നുങ്ക് ലഭിക്കുന്നുണ്ട്. ഇതോടെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. വിലയും കൂടുതലല്ല. ഈ വേനലിന് ആകെ നൊങ്കല്ലേ വേണ്ടുള്ളൂ. വേനലിന് നല്ല കച്ചവടമുണ്ട്. സാധനങ്ങൾക്ക് അതിന്റെ കുറവുള്ളൂ. ഞങ്ങള് ഇവിടുന്ന് തന്നെ തേങ്ങ ഇറക്കുന്നത്. മറ്റേ വല്ലപ്പുഴ, കൈലാട്, കരിയത്തൂര്, നമ്മുടെ ഈ ചുറ്റുപാടത്തിൽ തന്നെയാണ്. ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും 3 നൊങ്ക് ലഭിക്കും. 10 നൊങ്കിന് 100 രൂപയാണ് വില. ശീതളപാനീയങ്ങളുടെ വില വെച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് താങ്ങാവുന്ന വിലയുമാണ്. ആവശ്യക്കാർ കൂടിയതോടെ 3-4 മണിക്കൂർ കൊണ്ട് കച്ചവടം പൂർത്തിയാക്കി മടങ്ങുകയാണ് കച്ചവടക്കാർ. ന്യൂസ് 18 പാലക്കാട്.
തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവെടുപ്പുമായി യുവ കർഷകനായ വളാഞ്ചേരി കുളമംഗലം സ്വദേശി അലി അക്ബർ. റമദാൻ വിപണി ലക്ഷ്യമിട്ട് പാടശേഖരത്തിൽ വിളയിച്ച തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിനെ തണുപ്പിക്കാൻ വിവിധതരം തണ്ണിമത്തനുകളുടെ പറുദീസയൊരുക്കിയിരിക്കുകയാണ് യുവ കർഷകനായ അലി അക്ബർ. 13 തരം തണ്ണിമത്തനുകൾക്ക് പുറമെ 3 ഇനം ഷമാമുകളും ജിഞ്ചീർ, കക്കരി, പൊട്ടുവെള്ളരി തുടങ്ങിയവയും കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചെടുത്ത മധുരമൂറുന്ന തണ്ണിമത്തൻ ഇനമായ തായ് യെല്ലോയാണ് ഇത്തവണത്തെ അലി അക്ബറിന്റെ കൃഷിയിടത്തിലെ താരം. നമ്മളിവിടെ 13 ടൈപ്പ് തണ്ണിമത്തൻ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ടൈപ്പ് ഷമാമ് ചെയ്തിട്ടുണ്ട്, ജർജീർ ചെയ്തിട്ടുണ്ട്, കക്കരി ചെയ്തിട്ടുണ്ട്, പൊട്ടുവെള്ളരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റിൻ്റെ അടുത്ത് നമ്മൾ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. ചീര, അതുപോലെ തന്നെ ജർജീർ എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ തണ്ണിമത്തലിൽ പ്രാവശ്യത്തെ പുതിയ വെറൈറ്റിയാണ് നമ്മൾ തായ് യെല്ലോ എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അത് പരീക്ഷാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് കുഴപ്പമില്ല, നല്ല സക്സസ് ആയിട്ടുണ്ട്. രാസവളം ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് 100 മേനി വിളവ് അക്ബർ നേടിയത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. IMA വളാഞ്ചേരി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി. നാടൻ തണ്ണിമത്തന് പുറമെയാണ് ഇത്തരത്തിൽ വിവിധ വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ വിളയിച്ചെടുത്തത്. കൂടാതെ നെല്ല്, വെണ്ട, ചീര തുടങ്ങിയവയും ഈ യുവ കർഷകൻ കൃഷി ചെയ്തു വരുന്നുണ്ട്. കൃഷിയിടത്തിൽ നിന്നും ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാവുന്ന തരത്തിലുമാണ് തണ്ണിമത്തൻ വിപണി അലി അക്ബർ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.